നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഡബ് സ്മാഷ് വീഡിയോകളിലൂടെയാണ് സൗഭാഗ്യ വെങ്കടേഷ് എന്ന പ്രതിഭയെ മലയാളികൾ അടുത്തറിഞ്ഞു തുടങ്ങിയത്. ടിക്ടോക്ക് നിരോധിക്കും മുൻപ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും സൗഭാഗ്യ വെങ്കടേഷ് ആയിരുന്നു. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് സൗഭാഗ്യ ജനിച്ചു വളർന്നതെങ്കിലും ഇതുവരെ സിനിമയിലൊന്നും സൗഭാഗ്യ മുഖം കാണിച്ചിട്ടില്ല. സൗഭാഗ്യയുടെ ടിക്ടോക്ക് വീഡിയോകൾ വൈറലാകാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ സൗഭാഗ്യ നടി താരാ കല്യാണിന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. അമ്മ താരാ കല്യാണിനൊപ്പം നൃത്ത വീഡിയോകളും സൗഭാഗ്യ വെങ്കടേഷ് പങ്കുവച്ചിരുന്നു. നടൻ അർജുൻ സോമശേഖറാണ് സൗഭാഗ്യയെ വിവാഹം ചെയ്തത്. ഇരുവർക്കും ഇപ്പോൾ സുദർശന എന്നൊരു മകൾ കൂടിയുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയായി ജീവിത വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട്. ഡാൻസ് ക്ലാസ്സിലെയും വീട്ടിലെയും തിരക്കുകൾക്കിടയിലും തന്റെ പാഷന് പിന്നാലെയായിരുന്നു സൗഭാഗ്യ വെങ്കടേഷ്. കുഞ്ഞുങ്ങളുടെ വസ്ത്ര ബ്രാൻഡ് എന്ന സ്വപ്നം പൂവിലൂടെയായിരുന്നു അവർ സാക്ഷാത്കരിച്ചത്. സുദോപ്പു എന്ന സുദർശനയായിരുന്നു അമ്മയ്ക്ക് വേണ്ടി മോഡലായത്. തുടക്കത്തിൽ നിരവധി വ്യത്യസ്തമാർന്ന കളക്ഷൻ ആയിരുന്നു പൂവിലേത്. പിന്നീട് അങ്ങോട്ട് ഇതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ വ്ലോഗ് പങ്കിടാറുണ്ടെങ്കിലും പൂവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നേക്കുമായി പൂവ് ഉപേക്ഷിച്ചു എന്ന് അറിയിച്ചിരിക്കുകയാണ് സൗഭാഗ്യ ഇപ്പോൾ. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നത്. മകളുടെ 4ാം പിറന്നാളിനായിരുന്നു ഈ സന്തോഷം പങ്കുവെച്ച് അവരെത്തിയത്. പൂവിനെ കുറിച്ച് ചോദിക്കുന്നവർ അറിയാൻ വേണ്ടി വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ബ്രാൻഡ് പൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ സ്വപ്നം അവസാനിപ്പിക്കുന്നു എന്നല്ല, വേണ്ടത്ര പിന്തുണ കിട്ടാത്തത് കൊണ്ടോ അല്ല ഞാനിത് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഒരു ചതിയിലാണ് കലാശിച്ചത്. ഒരാളെ വിശ്വസിച്ചു, ആ വിശ്വാസം പൂർണ്ണമായും തകർന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പരിണിത ഫലം എന്തൊക്കെയാണെന്ന് അറിയാതെയല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുമാണ് സൗഭാഗ്യ പറഞ്ഞത്. അങ്ങേയറ്റം വേദനയോടെയാണ് ഈ തീരുമാനം എടുത്തതെന്നും സൗഭാഗ്യ പറയുന്നു. തന്റെ സ്വപ്നങ്ങളിൽ വിശ്വാസമില്ലാതായതുകൊണ്ടോ ആവശ്യത്തിന് പിന്തുണ ലഭിക്കാത്തത് കൊണ്ടോ അല്ല ബിസിനസ് സംരംഭമായ പൂവ് അടച്ചുപൂട്ടുന്നതെന്ന് സൗഭാഗ്യ പറയുന്നു. ചതിയിൽ കലാശിച്ച ഒരു പങ്കാളിത്തമാണ് ഇതിന് കാരണമെന്നാണ് താരം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഒരാളിൽ വിശ്വാസം അർപ്പിച്ചു, പക്ഷേ അവർ ചതിച്ചു. കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്തതായിരുന്നു തന്റെ ബിസിനസ്. ഒരു ബ്രാൻഡ് നിലനിർത്തുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ കാര്യമാണ്. സമയം, സ്നേഹം, പണം, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതിനെല്ലാം ഒടുവിലാണ് ഒരു ബ്രാൻഡ് ശക്തി പ്രാപിക്കുന്നത്. പക്ഷേ ഇന്ന് അതിന് ഒരു അവസാനമായിരിക്കുകയാണ്. നൽകിയ വാക്ക് സംരക്ഷിക്കാൻ പാർട്ട്ണർക്ക് സാധിച്ചില്ല. പൂവിന്റെ ആദ്യ ദിനം മുതൽ തന്നെയും തന്റെ സംരംഭത്തെയും പിന്തുണച്ച എല്ലാവർക്കുമുള്ള ഒരു മറുപടിയായി ഇത് കാണണമെന്നും സൗഭാഗ്യ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ കാണിക്കുന്ന സത്യസന്ധത, വിശ്വാസ്യത ഒന്നും എല്ലാവരും പ്രകടിപ്പിക്കണമെന്നില്ല എന്നതാണ് ഈ തകർച്ചയിലൂടെ താൻ പഠിച്ച പാഠമെന്നും സൗഭാഗ്യ പറയുന്നു. സമാധാനമാണ് പരമപ്രധാനമെന്നും അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതിന് പകരം താൻ ഈ ബിസിനസ് സ്വപ്നം ഉപേക്ഷിക്കുകയാണെന്നും സൗഭാഗ്യ പറഞ്ഞു. ഒരു സംരംഭക എന്ന നിലയിൽ ഇത് അവസാനമല്ല എന്നും ഈ ചാപ്റ്റർ മാത്രമാണ് താൻ അവസാനിപ്പിക്കുന്നത് എന്നും സൗഭാഗ്യ കൂടുതൽ കരുത്തായി ഏറ്റവും മികച്ചൊരു സംരംഭവുമായി വീണ്ടും എത്തുമെന്നും സൗഭാഗ്യ പറഞ്ഞു. ഈ ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്നതിന് നന്ദി. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. എനിക്കെല്ലാമായിരുന്നു അത്. ബിസിനസ് രംഗത്ത് നിന്നും എന്നേക്കുമായുള്ള പിന്മാറ്റമല്ല ഇത്. ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. കൂടുതൽ കരുത്തായി കൃത്യമായ ചുവടുവെപ്പുകളോടെ വീണ്ടും വരുന്നതായിരിക്കും എന്നുമായിരുന്നു സൗഭാഗ്യ കുറിച്ചത്. ഓക്കെ ആവാൻ എനിക്ക് സമയം വേണം, എല്ലാവരോടും നന്ദി പറയുന്നു എന്നുമായിരുന്നു സൗഭാഗ്യ കുറിച്ചത്. ഈ ഒരു അവസ്ഥ മനസ്സിലാവും. പാർട്ട്ണർഷിപ്പിൽ നിന്നും പറ്റിയ ചതിയെക്കുറിച്ചായിരുന്നു കമന്റുകളെല്ലാം. നിങ്ങൾ എന്തായാലും നല്ല തീരുമാനമേ എടുക്കൂ എന്നറിയാം. പൂർവാധികം ശക്തിയോടെ മറ്റൊരു ബ്രാൻഡുമായി തിരികെ വരിക. നിങ്ങളെ പോലെയുള്ള ഒരാളെ തളർത്താൻ ഇതിനൊന്നും കഴിയില്ല. ബ്ലോഗിലൂടെ എത്രയേറെ അറിയുന്ന ആളാണ്. ഈ സമയവും കഴിഞ്ഞു പോവും തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. അടുത്തിടെയായിരുന്നു സൗഭാഗ്യ ഗംഭീരമായ മേക്ക് ഓവർ നടത്തിയത്. ഇഞ്ചക്ഷനും വർക്കൗട്ടും ഡയറ്റും ഒക്കെയായി 16 കിലോയാണ് കുറച്ചത്. വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ ബ്ലോഗിലൂടെ കാണിച്ചിരുന്നു. ആരോഗ്യകരമായി തന്നെയാണ് മെലിഞ്ഞത്. അനാവശ്യമായതോ ആരോഗ്യത്തെ ബാധിക്കുന്നതോ ആയ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നും സൗഭാഗ്യ തുറന്നു പറഞ്ഞിരുന്നു. 3 മാസം കൊണ്ട് ഏതാണ്ട് 16 കിലോയാണ് സൗഭാഗ്യ കുറച്ചത്. ശരീരഭാരം കുറയ്ക്കാൻ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എന്ന കാര്യം മുൻപ് സൗഭാഗ്യ തുറന്നു പറഞ്ഞിരുന്നു. ഒപ്പം കൃത്യമായ ഡയറ്റും ജിം വർക്കൗട്ടുകളും സൗഭാഗ്യ പിന്തുടരുന്നുണ്ട്. സമീപകാലത്ത് സൗഭാഗ്യയുടെ ഡെയിലി വ്ലോഗുകളും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. വലിയ മൃഗസ്നേഹികളാണ് സൗഭാഗ്യയും ഭർത്താവും നടനുമായ അർജുനും. ധാരാളം നായക്കുട്ടികളും പശുക്കളും
ആടും പൂച്ചകളും താറാവും ഒക്കെയായി ഏറെ വളർത്തുമൃഗങ്ങളാണ് സൗഭാഗ്യയുടെയും അർജുന്റെയും വീട്ടിൽ. ഇവയെയൊക്കെ പരിപാലിക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും എല്ലാം സൗഭാഗ്യ തന്നെയാണ്. ഒപ്പം ഡാൻസ് ക്ലാസിന്റെ തിരക്കുകളും മകൾ സുദർശനയുടെ കാര്യങ്ങളും എല്ലാം മനോഹരമായി തന്നെ നോക്കി നടത്തുന്നുണ്ട് സൗഭാഗ്യ. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന സൗഭാഗ്യയാണ് ഈ ഡെയിലി വ്ലോഗുകളിൽ കാണാനാവുക. സുദർശനയ്ക്ക് മാത്രമല്ല വേറെയും കുറച്ചു പേർക്ക് ഞാൻ അമ്മയാണ്. ഞാൻ പ്രസവിക്കാതെ എനിക്ക് കിട്ടിയ മക്കൾ, അവയിൽ ഓരോരുത്തർ ഭൂമിയോട് വിട പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിൽ ഇനി ഒരിക്കലും വളർത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ അവർ തരുന്ന സ്നേഹം കാരണം പിന്നെയും വാങ്ങിക്കൂട്ടും. എൻ്റെ ആയുസുള്ളവരെ അവരെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നാണ് ഒരിക്കൽ തൻ്റെ ഒരു ഡെയിലി വ്ലോഗിന് സൗഭാഗ്യ നൽകിയ അടിക്കുറിപ്പ്. നടി താരാ കല്യാണിന്റെ മകളായ സൗഭാഗ്യ മികച്ചൊരു നർത്തകിയും അഭിനേത്രിയുമാണ്. ഉരുളയ്ക്കുപ്പേരി എന്ന സീരിയലിലൂടെയായിരുന്നു അഭിനയ രംഗത്ത് സൗഭാഗ്യ അരങ്ങേറ്റം കുറിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.